കുറച്ച് കാലമായിട്ട് കേരളത്തിൽ പോപ്പുലാരിറ്റി കയറി വരുന്ന ഒരു സാധനമാണ് ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറഞ്ഞത്. കൂടുതലും ഹിപ്നോട്ടിസ്റ്റുകൾ അതുപോലെയുള്ള ആളുകളുടെ അടുത്ത് പോയതിന് ശേഷം അവരുടെ പഴയ ജന്മത്തിലേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്ന കലാപരിപാടിയാണ് ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ആരൊക്കെ ആയിരുന്നു എന്നവർ പറയുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് അവരവരുടെ ഫീൽഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും മിക്കവാറും ഒരു പാസ്റ്റ് ലൈഫിൻ്റെ റിഗ്രഷൻ സമയത്ത് പറയുക. അപ്പോൾ ആരാണോ ഇത് ചെയ്യുന്നത്, റിഗ്രഷൻ ചെയ്യുന്ന ആൾ ആരാണോ ചെയ്യപ്പെടുന്നത്, അവരെടുത്ത് കുറേ കാര്യങ്ങൾ അതിനുശേഷം നിങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറയും. ചിലപ്പോൾ അത് വീഡിയോ ടേപ്പ് ചെയ്ത് കാണിക്കും. ചിലപ്പോൾ കൂടെയുള്ള ബൈസ്റ്റാൻഡേഴ്സ് അല്ലെങ്കിൽ ഓൺലുക്കേഴ്സിൻ്റെ അടുത്തായിരിക്കും അവർ ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതാണ് ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ്റെ ഒരു പൊതുവേ ഉള്ളൊരു രീതി എന്ന് നമുക്ക് പറയാം. പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ഇന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് ഒരു കാരണമുണ്ട്. ഈ അടുത്ത കാലത്ത് എനിക്കൊരാൾ അയച്ചു തന്നൊരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ അതൊരു ഹോമിയോ ഡോക്ടറും കൂടിയാണ്. ഹോമിയോ ഡോക്ടർ വളരെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തുന്ന ആളാണ്. അപ്പം ക്ലോസ്ട്രോഫോബിയ ഉള്ള ഒരാളിന് വേണ്ടിയിട്ട് ഈ ഡോക്ടർ ഇങ്ങനെ പാസ്റ്റ് ലൈഫിൽ പോയിട്ട് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം കുറേ കഥകൾ പറയുന്നു. ആരാണോ ഈ ട്രീറ്റ്മെൻറ്റ് അണ്ടർഗോ ചെയ്തത് അവർ ഇങ്ങനെ ഈ ഡോക്ടറോട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നു. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവരെന്തുകൊണ്ടാണ് ഈ ക്ലോസ്ട്രോഫോബിയുടെ മൂല കാരണം അല്ലെങ്കിൽ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിക്കുന്നു, എന്നിട്ട് പോയി ചികിത്സിക്കുന്നു. ഇതാണ് ഇതിനകത്ത് നടക്കുന്ന ഒരു സംഭവം. അപ്പോൾ അത് തന്നെ അവരുടെ തന്നെ വേറെയും ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. അപ്പം ഇത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. പാസ്റ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ അവരുടെ തന്നെ ഇപ്പോഴത്തെ ഫ്യൂച്ചർ ലൈഫിലുള്ള ആ പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണോ? ഈ പാസ്റ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ ആങ്കർ നാച്ചുറലി കൺഫ്യൂസ്ഡ് ആവുന്നു. എന്നിട്ട് അവരോട് തിരിച്ചെടുത്ത് വയ്ക്കുകയാണ്. അതായത് ഈ ലൈഫിൽ തന്നെ പഴയ കാര്യങ്ങൾ എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. പാസ്റ്റ് ലൈഫ് ഉണ്ട് അതോ അതല്ല എന്നാണ് ഈ ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്ന് കേട്ടു നോക്കൂ. അല്ല, ഫ്യൂച്ചർ, അതായത് ഇതിൻ്റെ ഒരു ബേസിസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലൈഫിൽ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു ചെറിയൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ നമ്മുടെ സഫറിങ്സ് എടുക്കുക. സഫറിങ്സിന് പലതും ഈ പറയുന്ന മുജ്ജന്മങ്ങളിൽ നമ്മുടെ പ്രവൃത്തിയോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലോ ആയിട്ടോ ഒരു ബന്ധം ഉണ്ടാവും. ആ കണക്ഷൻ നമ്മൾ ഹിപ്നോസിസ് വഴി നമ്മൾ അറിയുമ്പോൾ കണ്ടോ, ഈവൻ ഷീ വാസ് ഷോക്ക്ഡ്. ആദ്യമായിട്ടാണ് അവർ മനസ്സിലാക്കുകയാണ്. അതായത് ഈ പാസ്റ്റ് ലൈഫ് എന്ന് ഉദ്ദേശിച്ചത് ഈ ലൈഫിൽ തന്നെയുള്ള പഴയ കാര്യങ്ങൾ എന്നുള്ളതല്ല. പണ്ട് ഇപ്പം സാറിന് ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പം പ്രീവിയസ് ഹിസ്റ്ററിയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതുപോലെ വല്ലതും ആയിരിക്കും എന്ന് വിചാരിച്ചു എന്ന് തോന്നുന്നു. അല്ല, ഇതല്ല, പാസ്റ്റ് ലൈഫിൽ ഉണ്ടായത് കൊണ്ടാണ്. അതെങ്ങനെ മനസ്സിലാക്കുന്നു? ഹിപ്നോട്ടിസത്തിലൂടെ കൊണ്ടുവരുന്നു. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും ഇതിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവർ പറയുന്ന കുറേ സംഭവങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സാധാരണഗതിയിൽ എല്ലാവരും അവകാശപ്പെടുന്ന ഒരു കാര്യമാണ്, വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. പഴയ ഇന്ന സ്ഥലത്തൊക്കെ ആയിരുന്നു, വളരെ കൺവിൻസിങ് ആയിട്ടാണ് പറഞ്ഞത്. കണ്ടു നിൽക്കുന്നവരും പറയും, അതുപോലെ ആ രോഗിക്കും അനുഭവപ്പെടും ഇങ്ങനെയാണ് ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ പിന്നിലുള്ള കാരണം എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഇതിനകത്ത് ആദ്യം നമ്മുടെ മസ്തിഷ്കത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട്. പരിണാമത്തിലൂടെ ഉണ്ടായി വന്ന ഈ മസ്തിഷ്കം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മുടെ ഓർമ്മ എന്ന് പറയുന്നത് ഒരു വീഡിയോ ടേപ്പ് പോലെ, അല്ലെങ്കിൽ ഒരു റെക്കോർഡിംഗ് ഡിവൈസിൽ എന്നതുപോലെ, അല്ലെങ്കിൽ ഒരു ഹാർഡ് ഡിസ്കിൽ എന്നതുപോലെ ഒരു മൊത്തത്തിലൊരു കാര്യമായിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാണ്. പക്ഷേ അതിനകത്ത് ചില വ്യത്യാസങ്ങളുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓരോ തവണയും നമ്മൾ ശരിക്കും അത് പഴയ ടേപ്പ് എടുത്ത് റീപ്ലേ ചെയ്യുകയല്ല ചെയ്യുന്നത്, പകരം അത് റീകൺസ്ട്രക്റ്റ് ചെയ്യുകയാണെന്നുള്ളതാണ്. ഒന്നുകൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു വീഡിയോ ടേപ്പ് തിരിച്ച് നിങ്ങൾ പ്ലേ ബാക്ക് ചെയ്യുന്നത് പോലെ അല്ല മസ്തിഷ്കം നിങ്ങൾക്ക് പഴയ ഒരു കാഴ്ച തരുന്നത്. ഓരോ തവണയും അതിനകത്തുള്ള ചില ക്ലൂസ് എടുത്തിട്ട് അത് മൊത്തത്തിൽ പുനരാവിഷ്കരിക്കുകയാണ്, അല്ലെങ്കിൽ റീകൺസ്ട്രക്റ്റ് ചെയ്യുകയാണെന്നുള്ളതാണ്. അത് നിങ്ങൾ പഴയ ഏതെങ്കിലും ഒരു കാര്യം ഓർത്ത് നോക്കിയാൽ മനസ്സിലാവും. അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അവിടെ നടന്ന ആ കാര്യങ്ങളിലുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഓർമ്മ കാണില്ല. ആവശ്യമുള്ള റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ ഓർമ്മ കാണുള്ളൂ. പക്ഷേ ഓരോ തവണ നിങ്ങളത് ഓർത്തെടുക്കുമ്പോഴും ആ മെമ്മറീസ് വീണ്ടും വീണ്ടും റീകൺസ്ട്രക്റ്റ് ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ പുനരാവിഷ്കരിക്കപ്പെടുകയാണ് പലപ്പോഴും ചെയ്യാറുണ്ട് എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റൊരു കാര്യമാണ് സജഷൻ എന്ന് പറയുന്നത്. ഈ ഹിപ്നോട്ടിസം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹിപ്നോസിസിൽ എങ്ങനെയാണ് ഒരാളിനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാൻ കഴിയുന്നത്. അവിടെയുള്ളൊരു കാര്യം, ഹിപ്നോസിസ് എന്ന് പറഞ്ഞ അവസ്ഥയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രിട്ടിക്കലായിട്ടുള്ള തിങ്കിങ് സ്കിൽസും നമ്മുടെ റെസിസ്റ്റൻസ്, ചമ്മൽ, ഇൻഹിബിഷൻ, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വളരെ താഴ്ന്നു നിൽക്കുന്ന ഒരവസ്ഥയാണെന്നുള്ളതാണ്.
അപ്പോൾ ആ സമയത്ത് ഒരാൾ കൂടുതൽ സജസ്റ്റബിൾ ആവും. എന്താണ് ഈ സജസ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ആയിട്ടുള്ള ആ ഒരു ചിന്താഗതിയുണ്ട്. നമ്മൾ റാഷണലായിട്ട് ചിന്തിക്കുന്ന ജീവിക്കുമ്പോൾ എപ്പോഴും വേണ്ട ഒരു കാര്യമാണ് ക്രിട്ടിക്കലായിട്ടുള്ള തിങ്കിങ്. ഇത് ചെയ്താൽ പ്രശ്നമാവുമോ, അത് ചെയ്താൽ ശരിയാവുമോ, ഇത് ലോജിക്കലാണോ, ഇങ്ങനെയൊക്കെ തോന്നുന്ന ആ ഒരു ഫാക്കൽറ്റി ഓഫ് ദ ബ്രെയിനിനെ തൽക്കാലത്തേക്ക് നമ്മൾ സപ്രസ് ചെയ്ത് വെക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അത് കാരണം ആരാണോ ഹിപ്നോട്ടൈസ് ചെയ്യുന്നത് അവർ കൊടുക്കുന്ന സജഷൻസ് എല്ലാം അക്ഷരം പ്രതി ഫോളോ ചെയ്യാനായിട്ടുള്ള ഒരു സ്വഭാവം അവർ കാണിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഓറലായിട്ട് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി ഫോളോ ചെയ്യുകയും ആ സജഷൻസ് എല്ലാം അവരെടുക്കുകയും ചെയ്യുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതിന് ഒരുപാട് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിനോമിനനാണ് ഈ കൺഫാബുലേഷൻ എന്ന് പറയുന്നത്. കൺഫാബുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നമ്മുടെ മസ്തിഷ്കത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഓരോ തവണയും റീകൺസ്ട്രക്ട് ചെയ്തെടുക്കുകയാണ്. ഓർമ്മ എന്ന് പറയുന്ന സാധനം ഓരോ തവണയും റിവൈൻഡ് ചെയ്ത് പ്ലേ ബാക്ക് ചെയ്യുകയല്ല, പകരം റീകൺസ്ട്രക്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ചില ഗ്യാപ്പുകൾ വരും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ബാക്ക് പോലെ ഒരു ടൈം ഫ്രീ ആയിട്ട് ഇങ്ങനെ ഫോർവേഡ് പോകുന്ന ഒരു ഫ്രീ ഇല്യൂഷൻ വരാനായിട്ട് എവിടെയെങ്കിലുമൊക്കെ തടസ്സം വരുന്ന ഒരു സമയം വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ ആ ഗ്യാപ്പുകളെ ഫില്ല് ചെയ്ത് തുടങ്ങും. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ കടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ചില കാര്യത്തിനകത്ത് നമുക്ക് ഇടയ്ക്കൊരു സാധനം മിസ്സിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതൊക്കെ പറ്റുന്നത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള കഴിവുണ്ടെന്നുള്ളതാണ്. ശബ്ദത്തിൻ്റെ കാര്യത്തിലും ഉണ്ട് കേട്ടോ. സൈക്കോ അക്കൂസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞ് വേറൊരു ബ്രാഞ്ചുണ്ട്. ഏതെങ്കിലും ഒരു കാര്യം ഒരു 1-2 ഫ്രീക്വൻസികളൊന്നും ഇല്ലെങ്കിൽ പോലും സ്ഥിരമായി കേൾക്കുന്ന ഒരാളുടെ ശബ്ദമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മസ്തിഷ്കം ആ ഗ്യാപ്പ് അങ്ങ് കവർ ചെയ്യും. അതിനുള്ള കഴിവുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ കൺഫാബുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്യുന്ന സമയത്ത് ഇയാൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇയാളുടെ മസ്തിഷ്കം തന്നെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് പറയും എന്നുള്ളതാണ് അതിനകത്തുള്ള വേറൊരു കാര്യം. ഇത് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു ഫിനോമിനനാണ് ഫാൾസ് മെമ്മറി ഉണ്ടാവുക എന്ന് പറയും. പണ്ടൊരു കാലത്ത് എനിക്ക് തോന്നുന്നു 3-4 വർഷമായി കാണും തോന്നുന്നു, ഒരു സിനിമാ നടി ഇരുന്നിട്ട് അവരുടെ കുഞ്ഞുകാലത്തെ അനുഭവത്തെ തൊട്ട് കുറച്ച് പറയുന്നുണ്ട്. അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ അച്ഛൻ 1 വയസ്സുള്ളപ്പോൾ ഗ്രൗണ്ടിലിട്ട് എന്നെ ഇങ്ങനെ ഓടിക്കുമെന്ന് പറയുന്നുണ്ട്. അവർ ചിലപ്പോൾ മനഃപൂർവ്വം തള്ളിയതോ കള്ളം പറഞ്ഞതോ ഒന്നും ആയിരിക്കില്ല. അത് ചിലപ്പോൾ അവരുടെ മനസ്സിലുണ്ടായിട്ടുള്ള ഒരു ഫാൾസ് മെമ്മറി ആയിരിക്കും. എന്താണ് ഫാൾസ് മെമ്മറി? ഫാൾസ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുഞ്ഞിലെ നടന്ന ഒരു ടോഡ്ലർ ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ മുട്ടുകാലിൽ എഴയണ സമയത്ത് നമ്മുടെ ഓർമ്മ വെച്ച് വരുന്ന സമയത്ത് നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ അമ്മയോ അച്ഛനോ ഒക്കെ വീണ്ടും ഇടയ്ക്കിടയ്ക്കൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആ മെമ്മറി ഇങ്ങനെ റീഇൻഫോഴ്സ് ചെയ്ത് ഉപയോഗിക്കും. ഓരോ തവണയും റീകൺസ്ട്രക്ട് ചെയ്ത് വീണ്ടും ആയിട്ട് കൊണ്ടുവരും. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഫാൾസ് മെമ്മറികളൊക്കെ കയറി കൂടിയെന്ന് വരാം. അതുകൊണ്ടാണ് ദൃക്സാക്ഷിയാണെങ്കിൽ പോലും ചിലപ്പോൾ സാക്ഷി മൊഴികൾ തെറ്റാനുള്ള ഒരു സാധ്യതയുള്ളത്. മണ്ടേല എഫക്റ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനകത്തുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കൊക്കെ വേണമെങ്കിൽ ഫാൾസ് മെമ്മറി ഉണ്ടാവാം എന്നുള്ളതാണ്. പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഫാറ്റിമയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള കാര്യമുണ്ട്, എല്ലാവർക്കും ഒരുപോലെ ഉണ്ടായ അനുഭവങ്ങളൊക്കെ. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് വേണമെങ്കിൽ ഒരു ഫാൾസ് മെമ്മറി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം നേരത്തെ നടന്നിട്ടുള്ള ഒരു കാര്യമായിരിക്കും, പിന്നെ അത് നറേഷനിലൂടെ വീണ്ടും അതിനെ റീഇൻഫോഴ്സ് ചെയ്ത് നമ്മളൊരു മെമ്മറിയുടെ ഭാഗമായി മാറണം. അവർ മനഃപൂർവ്വം അത് അങ്ങനെ ചെയ്യുന്നതായിരിക്കില്ല, പക്ഷേ അവരുടെ മെമ്മറിയുടെ ഒരു ഭാഗമായിട്ട് മാറും. അതിനെയാണ് നമ്മൾ ഫാൾസ് മെമ്മറീസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവരെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്യുന്ന സമയത്ത് അവരനുഭവിച്ച യാതനകളും പീഡനങ്ങളും അല്ലെങ്കിൽ എല്ലാം അതുപോലെ അവർ എക്സ്പീരിയൻസ് ചെയ്യുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. അല്ലാതെ വെറുതെ ഒരു തോന്നലൊന്നുമല്ല, ഇത് അനുഭവിച്ചവർക്കേ അറിയാവുള്ളൂ എന്നൊക്കെ പറയും. ഈ അനുഭവിച്ചവർക്ക് അവർക്ക് ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് തോന്നാനുള്ളൊരു കാരണം എന്താണ്? അത് നമുക്കെപ്പോഴും ചോദിക്കേണ്ട ഒരു ചോദ്യമാണല്ലോ. അതിനകത്തുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ മസ്തിഷ്കത്തിന് നമ്മൾ ആലോചിക്കുന്നതും അനുഭവിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. സെയിം സെൻറ്റേഴ്സൊക്കെ തന്നെയാണ് ഫയർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ നമ്മൾ വളരെ ഡീപ്പായിട്ടുള്ളൊരു സ്ലീപ്പിൽ ഒരു സ്വപ്നം കണ്ട് കരഞ്ഞുകൊണ്ട് അടിക്കുന്ന കണ്ടില്ല, അത് വളരെ നമ്മൾ ഇമോഷണലായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ശരിക്കും അവിടെ നടന്നൊരു കാര്യമായിരിക്കില്ല, പക്ഷേ നമ്മൾ അത്രയും ഇമോഷണലായിട്ട് അതുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ തിങ്കിങ് ആൻഡ് ആക്ച്വലി ഡൂയിങ്. അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമില്ല. മസ്തിഷ്കത്തിൻ്റെ സെയിം ഏരിയകളൊക്കെ തന്നെ ആയതുകൊണ്ട് നമുക്ക് അതുപോലത്തെ ഒരു ഫീലിംഗ് തന്നെ കിട്ടും എന്നുള്ളതാണ്. വേറൊരു കാര്യമാണ്, നമുക്ക് ഇവർ ഒരുപാട് ഡീറ്റെയിൽ പറയുന്നതായിട്ട് നമുക്ക് കേൾക്കുന്നവർക്ക് ഒരു ഇല്യൂഷൻ തോന്നും. നമുക്ക് ഇത്രയൊക്കെ പറഞ്ഞാലും ഭയങ്കര ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സൊക്കെ വളരെ കറക്റ്റായിരുന്നു എന്ന് ചോദിക്കും. പലപ്പോഴും ശ്രദ്ധിച്ച്, അതായത് പലപ്പോഴും ഇത് പഠിക്കുന്നവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് എഴുതും, മൊത്തത്തിൽ എഴുതി വയ്ക്കും. ഇവരെന്തൊക്കെയാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തം എഴുതി വെച്ചിട്ട് റീവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ അത്ര ആക്യുറസി ഒന്നും കാണില്ല എന്നുള്ളതാണ്. പല ഡീറ്റെയിൽസും 1-2 കറക്റ്റായിരിക്കും. അതിനെയാണ് നമ്മൾ പറയുക, ആ ഹിറ്റ്സ് മാത്രം നമ്മൾ എടുക്കും, അതിൽ നിന്ന് ശരിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കും. എന്നിട്ട് ബാക്കിയുള്ളത് നമ്മുടെ മസ്തിഷ്കം
ഫില്ല് ചെയ്ത് പറയുന്നതുകൊണ്ട് അത് വളരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ട് തോന്നും എന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ ഈ ഹിസ്റ്റോറിക്കൽ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ആ യുദ്ധത്തിൻ്റെ ഡേറ്റ് പറഞ്ഞു, അല്ലെങ്കിൽ ഈ യുദ്ധത്തിൻ്റെ ഡേറ്റ് പറഞ്ഞു, അതിനകത്ത് ഞാനൊരു പടയാളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സംഭവിക്കുന്ന കാര്യം ഇതാണ്, വേഗമായിട്ടുള്ള കുറച്ച് ഹിസ്റ്റോറിക്കൽ ഡീറ്റെയിൽസ് അവർ പറയുന്നതല്ലാതെ അതിനകത്ത് ഒരു ആക്യുറസി, നമുക്ക് ഡീറ്റെയിൽഡ് ആണെന്നുള്ള ഒരു ഇല്യൂഷനാണ്. ഇപ്പം ഞാൻ അതിനകത്ത് കാണിച്ചിരിക്കുന്ന ചിത്രത്തിൻ്റെ ഒരു ചെറിയൊരു പെൻസിലേ ഉള്ളൂ, ബാക്കി നിങ്ങളുടെ മസ്തിഷ്കം ഫില്ല് ചെയ്തോളും, ചിലപ്പോൾ അത് ആരാണെന്ന് പോലും നിങ്ങൾക്ക് പറയാൻ പറ്റിയെന്ന് വരും. അതാണ് ആ ഒരു ഡീറ്റെയിലിൻ്റെ ഒരു ഇല്യൂഷൻ മതി, ബാക്കി നമ്മുടെ ബ്രെയിൻ ഫില്ല് ചെയ്തോളും എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കോൺഫർമേഷൻ ബയസ്. നമുക്ക് ഇത് ശരിയാകണം എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഇത് ശരിയായി തന്നെ കിട്ടും. അവർക്ക് അവരുടെ പാസ്റ്റ് ലൈഫാണെന്നും അവർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ടും ഒക്കെ അവർക്ക് പറയാൻ പറ്റും. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഹിറ്റ്സ് കൗണ്ട് ചെയ്യും, ഇതിനകത്ത് മിസ്സസ് എപ്പോഴും ഇഗ്നോർ ചെയ്യും. നമ്മൾ കറക്റ്റായിട്ട് കിട്ടിയ ശരിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വയ്ക്കും. വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നത്, ഹോംവർക്ക് ചെയ്യാതെ നിങ്ങൾ പോകുന്ന വഴി ഒരൊറ്റ മൈനയെ കണ്ടു എന്നിരിക്കട്ടെ, അപ്പം സ്കൂളിൽ നിന്ന് അടി കിട്ടി. ആ ഒറ്റ മൈനയെ കണ്ടതുകൊണ്ടാണ് അടി കിട്ടിയെന്നുള്ളത് നിങ്ങൾ ഓർത്ത് വയ്ക്കും. ഒറ്റ മൈനയെ കണ്ടിട്ടും അടി കിട്ടാത്ത ഒരുപാട് കേസുകളുണ്ടാവും, അല്ലെങ്കിൽ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. പക്ഷേ അതൊന്നും നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കേണ്ട കാര്യമില്ല. പക്ഷേ ഒറ്റമൈനെ കിട്ടിയിട്ട് അടി കിട്ടി, സ്കൂൾ ടീച്ചറിൻ്റെ നിന്ന് അടി കിട്ടി, അല്ലെങ്കിൽ പോകുന്ന വഴി വീണ് മുട്ടുമുറിഞ്ഞു, ഇതൊക്കെയുള്ള കാര്യങ്ങൾ ഓർമ്മ എപ്പോഴും നിൽക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ മിസ്സസ് നമ്മൾ ഇഗ്നോർ ചെയ്ത് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഒരു പ്രത്യേകത. അതിനാണ് നമ്മൾ സെലക്റ്റീവ് മെമ്മറി എന്നൊക്കെ പറയാം. ആക്ച്വലി അതൊരു കൺഫർമേഷൻ ബയസാണ്. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇതൊരു ഗൈഡഡ് ആണ്. ഈ ഹിപ്നോസിസ് എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറാപ്പിസ്റ്റ് നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അയാൾക്ക് ഇതിൻ്റെ പേസ് അഡ്ജസ്റ്റ് ചെയ്യാം, ഇതിനെ അങ്ങോട്ട് ലീഡ് ചെയ്ത് കൊണ്ടുപോകാം, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സട്ടിൽ ക്യൂസ് കൊടുക്കാം, കുറേ ക്ലൂസ് ഇട്ട് കൊടുക്കാം. അയാൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിനകത്ത് തക്കുകയോ മുക്കുകയോ ബുദ്ധിമുട്ടുകയോ ചെയ്യുമ്പോഴത്തേക്കും അത് ഒന്നുകൂടെ ക്ലിയർ ആവാനാണ് എന്നുള്ള രീതിയിൽ തെറാപ്പിസ്റ്റിന് വീണ്ടും ചോദിക്കാം. ഇങ്ങനെ ചോദിക്കുന്നത് വഴി അയാൾക്ക് സട്ടിലായിട്ടുള്ള ക്യൂസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിപ്പുണ്ടെന്നുള്ളതാണ് സത്യം. പക്ഷേ ഇത് ചിലപ്പോൾ ഒരുപക്ഷെ തെറാപ്പിസ്റ്റ് പോലും ഇത് അറിയുന്നില്ലായിരിക്കും. പുള്ളിയും വിചാരിക്കുന്നത് ഇത് പാസ്റ്റ് ലൈഫിലെ കാര്യങ്ങളായിരിക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇനി വേറൊരു കാര്യം കൂടെ, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഉറപ്പായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ പാസ്റ്റ് ലൈഫിൽ പോകുന്നവരാരും സാധാരണ മനുഷ്യരായിട്ടല്ല പോവുക. അവരുടെ ആഗ്രഹ ചിന്തകളോ അല്ലെങ്കിൽ സമൂഹത്തിൽ സ്റ്റാറ്റിസ്റ്റിക്കലി ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ടെങ്കിൽ അതായിട്ടൊന്നും അല്ല അവർ മാറുക. അവർ മാറുന്നത് ഒന്നുകിൽ രാജാവ്, അല്ലെങ്കിൽ പടയാളി, വലിയ ഗായകൻ, അറിയപ്പെടുന്ന ഒരാൾ, തഞ്ചാവൂരുള്ളൊരു ഗായകനായിട്ട് മാറാം, അല്ലേ? അങ്ങനെയുള്ള വലിയ സ്റ്റേറ്റസ് അല്ലെങ്കിൽ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരാളായിരിക്കും ഇവരെപ്പോഴും പാസ്റ്റ് ലൈഫിൽ. ഈ പാസ്റ്റ് ലൈഫിൻ്റെ കഥ പറയുന്ന എല്ലാവരുടെ കാര്യം നോക്കിയാലും നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നവർ സാധാരണ ആളൊന്നും ആയിരിക്കുമല്ലോ, ബ്രാഹ്മണ സ്ത്രീ, മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെയുള്ള നറേറ്റീവുകളാണ് എപ്പോഴും വരുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഓർഡിനറി ആയിട്ടുള്ള സാധാരണക്കാരൻ, ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരാളിനെ കാണാതെ എപ്പോഴും എലീറ്റ് ലൈഫ്സ് ആർ ഓവർ റെപ്രസെൻറ്റഡ്? ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ്റെ ഏത് കഥയെടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്കിത് കാണാൻ പറ്റും. അതായത് വലിയ സംഭവമായിട്ടുള്ള എന്തെങ്കിലും ഒരു ആളായിട്ടായിരിക്കും. എന്തായാലും ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു, ഒരു സാധാരണ ഭിക്ഷക്കാരൻ ഒക്കെ ആവുന്നത് വളരെ കുറവാണ് പാസ്റ്റ് ലൈഫിനകത്ത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് പിന്നിലുള്ള ഒരു കാര്യം. ഇനി നമുക്ക് ഇത് നമ്മുടെ മസ്തിഷ്കം എന്തുകൊണ്ട് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്യുമ്പോൾ കാര്യങ്ങൾ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ വിശദീകരണമാണ് ഇത്രയും നേരം വന്നതെങ്കിൽ, ശരിക്കും പുനർജന്മത്തിന് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പഴയ ഒരു ജന്മമുണ്ടെങ്കിൽ ആ ജന്മത്തിൻ്റെ മെമ്മറി ഏതെങ്കിലും തരത്തിൽ വേറൊരു രീതിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളതിന് യാതൊരു ശാസ്ത്രീയ തെളിവും ഇല്ല എന്നുള്ളതാണ്. നോ സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ അറ്റ് ഓൾ. ഇപ്പോൾ DNA ഇൻഹെറിറ്റ് ചെയ്യുന്നത് പോലെ അതെങ്ങനെയെങ്കിലും വന്ന് അവിടെ കയറുമോ, ഓർമ്മ വന്ന് കയറുമോ? ഇല്ല, ഇതൊന്നുമില്ല. ഇതെല്ലാം നമ്മുടെ മസ്തിഷ്കത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മെമ്മറീസ് ഉണ്ടാക്കിയെടുക്കുകയാണ്, അല്ലെങ്കിൽ ഇമാജിനേഷൻ, റീകൺസ്ട്രക്ഷൻ, റീക്രിയേഷനൊക്കെയാണ് ഓരോ തമവും നടക്കുന്നത്. ഓരോ പ്രാവശ്യവും നിങ്ങളൊരു മെമ്മറി നോക്കുമ്പോഴത്തേക്കും അവിടെ സംഭവിക്കുന്നത് അത് റീക്രിയേറ്റ് ചെയ്തെടുക്കുകയാണെന്നുള്ളതാണ്. മറ്റേത് നമ്മളൊക്കെ ഹൈലി സജസ്റ്റബിൾ ആയിട്ടുള്ള ഒരാളുകളാണ്. ഒരു വീഴ്ച വീണ് നല്ലൊരു അടിയും വീഴ്ചയൊക്കെ വീണിരിക്കുന്ന സമയത്ത് ചുറ്റും കൂടിയിരിക്കുന്ന ആരാണെന്നോ നമ്മൾ ചെയ്യേണ്ട കാര്യമാണോ ചെയ്യിപ്പിക്കുന്നതെന്നോ പോലും അറിഞ്ഞിട്ട് അവർ പറയുന്നതെല്ലാം നമ്മൾ ചെയ്യാൻ അങ്ങോട്ട് മാറിയിരിക്കുന്നു പറഞ്ഞാൽ ഇങ്ങോട്ട് മാറിയിരിക്കും. അത് നമ്മൾ ചെയ്തോളും. അതാണ് സജസ്റ്റബിലിറ്റിയുടെ ഒരു പവർ. മറ്റൊരു കാര്യമാണ് മെമ്മറി. ഓരോ പ്രാവശ്യവും നമ്മൾ എങ്ങനെയാണ് മെമ്മറി വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇതുപോലെയുള്ള തട്ടിപ്പുകളിൽ നിന്ന് മാറി നിൽക്കാം. എന്തുകൊണ്ട് ഇത് ഇത്ര പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ
വഞ്ചനയിൽ ചതി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഹോമിയോപ്പതിക് പ്രാക്ടീഷണർ ഹോളിസ്റ്റിക് ആയിട്ടുള്ള പലതരം ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് പബ്ലിക്കായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് നല്ല കട്ട അന്ധവിശ്വാസമായിട്ടുള്ള പാസ്റ്റ് ലൈഫിനെ കുറിച്ചിട്ടും പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറാപ്പി കാരണം ഓരോ കാര്യങ്ങളും മാറ്റി എന്നുള്ളതാണ്. ഇവിടെ തന്നെ നമ്മൾ നേരത്തെ ലീഡിങ്ങും ആ പേസിങ്ങും തെറാപ്പിസ്റ്റിൻ്റെ ഇൻഫ്ലുവൻസും പറഞ്ഞു. അവർ സംസാരിക്കുന്ന രീതി തന്നെ നോക്കണം. വളരെ സോഫ്റ്റായിട്ടും സൗമ്യമായിട്ടും വളരെ ഇമോഷണലായിട്ടും രോഗിയുമായിട്ട് എമ്പതൈസ് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള എഫക്റ്റാണ് പലപ്പോഴും പാസ്റ്റ് ലൈഫ് റിഗ്രഷനെ സക്സസ്ഫുൾ ആക്കുന്നത്. അപ്പോൾ ഹിപ്നോസിസ് അല്ലെങ്കിൽ ഹൈലി സജസ്റ്റബിൾ ആയിട്ടുള്ള സ്റ്റേജിൽ അവരെ കൊണ്ട് എന്തും ജയിപ്പിക്കാം എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു പ്രത്യേകത. അപ്പോൾ ഇനിയും പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ്റെ തെറാപ്പിയൊക്കെ ആയിട്ട് ആരെങ്കിലും വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായിട്ട് കാണാം. അതുവരെ ബൈ.